ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 16ാമത്തെ പാർട്ടാണ്. കമൻ്റ് ഇടാൻ മറക്കല്ലേ. ഫോണിലെ അലാറം കേട്ടാണ് ശിവ കണ്ണു തുറന്നത്. മേശയ്ക്ക് മുകളിലിരിക്കുന്ന ഫോൺ കൈയെത്തിച്ചെടുത്ത് അവൻ അലാറം ഓഫ് ചെയ്തു. തലയ്ക്കെന്തോ ഭാരം തോന്നിയതും അവൻ തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് ബെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു. കുറേ നേരം ഇരുന്നിട്ട് അവൻ പതിയെ കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. കുറച്ചു നേരം ഷവറിന് കീഴെ നിന്നതും തലയ്ക്കുള്ളിൽ ഒരു പെരുപ്പ് കുറഞ്ഞു വന്നു. കുളി കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി അവൻ ലാപ്ടോപ്പും എടുത്ത് നേരെ താഴേക്ക് നടന്നു. താഴെ ഡൈനിങ് ടേബിളിൽ ദേവ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. ശിവ കൂടെ വന്നതും മെയ്ഡ് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. ദാ കോഫി കുടിക്ക്, ഇന്നലത്തെ ഹാങ് ഓവർ മാറട്ടെ. ദേവ ശിവയുടെ മുന്നിലേക്ക് കോഫി കപ്പ് നീക്കിക്കൊണ്ട് പറഞ്ഞു. ദേവ, ഞാൻ ഇന്നലെ... ശിവ എന്തോ പറയുന്നു. ദേവ കഴിക്കൽ നിർത്തി എഴുന്നേറ്റു. ഞാൻ കാറിലുണ്ടാവും. ദേവ അത് പറഞ്ഞ് കൈ കഴുകി പുറത്തേക്ക് നടന്നു. ദേവ ഫുഡ് കഴിക്കാത്തതിന് ശിവയ്ക്കും എന്തോ പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ശിവയും ഭക്ഷണം കഴിക്കാതെ നേരെ കൈ കഴുകി പുറത്തേക്ക് ഇറങ്ങി. കാറിൽ ദേവ ഏതോ ഒരു ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശിവ വന്നതറിഞ്ഞിട്ടും അവൻ മൈൻഡ് ചെയ്യാതെ ഫയലിൽ തന്നെ നോക്കിയിരുന്നു. ശിവ കാർ മുന്നോട്ടെടുത്തു. യാത്രക്കിടയിൽ ശിവ അവനോട് എന്തോ സംസാരിക്കാൻ നിന്നതും ദേവ ശ്രദ്ധിക്കാത്ത രീതിയിലിരുന്നു. അതുകൊണ്ട് ശിവയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ആ ദേഷ്യത്താൽ അവൻ സ്പീഡിൽ കാർ ഓടിച്ചു. ഇയാളിത് എന്ത് പോക്കാണ് പോവണേ? മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ടാണവോ? ഓഫീസിലേക്ക് ഇറങ്ങുന്ന റോഡിലൂടെ തങ്ങളെ തൊട്ടില്ല എന്ന രീതിയിൽ പോയ ശിവയുടെ കാർ നോക്കി പാർവണ പറഞ്ഞു. നീ അവിടെ പൊളിച്ച് നിൽക്കാതെ വന്നേ. റോഡിൽ തന്നെ നിൽക്കുന്ന പാർവണയെ നോക്കി പറഞ്ഞു. ഡി, നീ ആ ശ്രുതിയോട് അധികം കൂട്ടുകൂടാന്നും പോവണ്ടാട്ടാ. രേവതി അവളുടെ കാതിൽ പതിയെ പറഞ്ഞു. അതെന്താ അങ്ങനെ? ഇന്നലെ വരെ ചേച്ചിയെന്ന് വിളിച്ച ആളെ നീ എന്തിപ്പോ പേര് വിളിക്കണേ? കാരണം എന്താന്ന് നീ അറിഞ്ഞാലേ അങ്ങനെ അനുസരിക്കൂ. ശരി, ഞാൻ സംസാരിക്കില്ല. അത് നീ എന്തിനിങ്ങനെ ചൂടാവണേ? നീ ബ്രേക്ക് ടൈമിൽ ശിവസാറിനെ ചെന്ന് കാരണം ഇനി അത് മറക്കണ്ടാട്ടാ. പോവാ, പാർവണ തലയാട്ടി പറഞ്ഞു. ശ്രുതിയുടെ കാര്യം ഇവളോട് പറയണോ? വേണ്ട, എന്തിനാ വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടണേ? അവളെന്താന്ന് വെച്ചാൽ അവളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. രേവതി അവിടെ ഒന്ന് ആലോചിച്ചു. നീ എന്താ ദേവ് ഇങ്ങനെ ആലോചിക്കണേ? എന്താ ആലോചിച്ച് നിൽക്കുന്ന രേവതിയെ തട്ടിക്കൊണ്ട് പാർവണ ചോദിച്ചു. നിങ്ങൾ എന്തെന്ന് ലേറ്റായേ? എത്ര നേരമായിട്ട് ഞങ്ങൾ കാത്തു നിൽക്കണേ? ഗേറ്റിനരികിൽ നിൽക്കുന്ന ശ്രുതി അവർ ഇരുവരെയും നോക്കി പറഞ്ഞു. ഞങ്ങളോ? ഇവിടെ ചേച്ചി ഒറ്റയ്ക്കല്ലേ നിൽക്കണേ? പാർവണ സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ എന്തോ ഓർത്ത് പറഞ്ഞതാ. മുഖത്തെ തറച്ച മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് നേരം കളയണ്ട, വാ നമുക്ക് അകത്തേക്ക് പോവാം. ശ്രുതി അത് പറഞ്ഞ അകത്തേക്ക് നടന്നു. ഒപ്പം പുറത്ത് നിൽക്കുന്ന ഒരാളെ നോക്കി കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചിരുന്നു. എന്തൊക്കെയുണ്ട് പാർവണ പുതിയ പ്രൊജക്ടിന്റെ വിശേഷങ്ങള്? പ്രൊജക്ടോ? ആ കാര്യം ചേച്ചി എങ്ങനെ അറിഞ്ഞു? പാർവണ സംശയത്തോടെ ചോദിച്ചു. ഈ കമ്പനിയിലെ സ്റ്റാഫല്ലേ ഞാൻ, അപ്പൊ ഞാനതറിയാതിരിക്കോ? ശ്രുതി ചിരിയോടെ ചോദിച്ചു. ശ്രുതിയും പാർവണയും പരസ്പരം സംസാരിച്ച് മുന്നോട്ട് നടന്നു. ആ സമയം രേവതി എന്തോ ആലോചനയിലായിരുന്നു. ഒപ്പം ശ്രുതിയെ കുറിച്ച് ചില സംശയങ്ങളും മനസ്സിൽ നിറഞ്ഞു. ദേവ, ആ ജാൻസി ഡിസൈൻസിന്റെ ഫയൽ എവിടെ? ശിവ ദേവയുടെ ക്യാബിനിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ദേവ ഒന്നും മിണ്ടാതെ തന്റെ ടേബിളിന് മുന്നിൽ നിന്നും ആ ഫയൽ എടുത്ത് അവന് നേരെ നീട്ടി. ശിവ ആ ഫയൽ വാങ്ങി ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിൽ നീ സൈൻ ചെയ്തിട്ടില്ല ദേവ? ഫയൽ ദേവയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് ശിവ പറഞ്ഞു. അവൻ ഫയൽ വാങ്ങി സൈൻ ചെയ്ത് അവന് തിരിച്ചു നൽകി. ദേവ, നീ എന്തെങ്ങനെ ചെറിയ കുട്ടികളെ പോലെ പിണങ്ങിയിരിക്കണേ? ഞാൻ പറഞ്ഞു നീ ഒന്ന് വിശ്വസിക്കേ. നീ എന്നെ ഒന്ന് വന്ന് ചീത്ത പറഞ്ഞ ശേഷം ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല, പ്രോമിസ്. ശിവ ദയനീയമായി പറഞ്ഞു. എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല, ദേഷ്യവും ഇല്ല ശിവ. നിന്നെ പഴയ പോലെ ആ നശിച്ച ശിവയായിട്ട് കാണാൻ വയ്യാത്തതുകൊണ്ടാണ്. ഞാനായി പഴയ കാര്യങ്ങൾ ഇനി ഓർമ്മിപ്പിക്കണ്ടല്ലോ നിന്നെ. സോറിടാ,
ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. മേ കമിൻ സർ? രേവതി ദേവയുടെ ക്യാബിൻ ഡോറിൽ നിന്നും ചോദിച്ചു. യാ കമ്മിങ്. ദേവ അത് പറഞ്ഞു. രേവതി അകത്തേക്ക് വന്ന് കയ്യിലുള്ള ഫയൽ ദേവയ്ക്ക് നീട്ടി. ആ സമയം ശിവ അവനെ കണ്ണുകൊണ്ട് എന്തൊക്കെ ആംഗ്യം കാണിക്കാൻ തുടങ്ങി. ആ സമയം ദേവ അവനോട് വേണ്ട എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഇരുവരുടെയും കഥകളി കണ്ടൊന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് രേവതി. എടോ തനിയിരിക്കി. അത് പറഞ്ഞ് ശിവ അവൻ്റെ അരികിലുള്ള ചെയർ വലിച്ചിട്ടു. ബ്രേക്ക് ടൈം ആയതും പാർവണ നേരെ ശിവയുടെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കം ഇൻ സർ? അവൾ റൂം തുറന്നകത്തേക്ക് നോക്കിയതും അവിടെ ആരെയും കാണാനില്ല. ഇയാളിത് എവിടെ പോയി? ശിവയെ കാണാത്തതുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ശിവയുടെ PA അവൻ്റെ ക്യാബിനിലേക്ക് വന്നിരുന്നു. പ്രസാദ്, ശിവസാറിനെ കണ്ടോ? പാർവണ അവനോടായി ചോദിച്ചു. ശിവസാർ ദേവസാറിൻ്റെ ക്യാബിനിലുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നോളൂ. അയാൾ അത് പറഞ്ഞ് ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറി. അതെന്തായാലും നന്നായി. ദേവസാർ ഒരു പാവാണല്ലോ. അപ്പം സാറ് കൂടെ ഉണ്ടെങ്കിൽ ഒരു ബലായി. അത് പറഞ്ഞ് അവൾ നേരെ ദേവയുടെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കം? വാതിൽ തുറന്ന് പറഞ്ഞപ്പോഴേക്കും അകത്തിരുന്ന ശിവയെയും ദേവതയും കണ്ടപ്പോൾ അവൾ ഞെട്ടി അവിടെ തന്നെ നിന്നു. ഇതാര്, പാർവണയോ? അകത്തേക്ക് വാ. ദേവ അവളെ അകത്തേക്ക് വിളിച്ചുവെങ്കിലും അവൾ എന്തോ ഓർത്ത് വാതിലിനരികിൽ തന്നെ നിൽക്കുകയാണ്. എന്നോട് അകത്തേക്ക് വന്നോളാനാണ് ഞാൻ പറഞ്ഞേ. ദേവ വീണ്ടും പറഞ്ഞു. അവൾ വേഗം അകത്തേക്ക് വന്നു. നീ എന്താ ഇവിടെ? ശിവഗൗരവത്തോടെ അവളോടായി ചോദിച്ചു. ഞാൻ സാറിനെ കാണാൻ സാറിൻ്റെ ക്യാബിനിലേക്ക് വന്നതാണ്. അപ്പോൾ പ്രസാദാണ് പറഞ്ഞ സാറ് ഇവിടെ ഉണ്ടെന്ന്. എന്താ കാര്യം? അവൻ താല്പര്യമില്ലാതെ ചോദിച്ചു. നീ എന്താടാ ഇങ്ങനെ കിടന്ന് ദേഷ്യം പറഞ്ഞേ? നിന്റെ സ്റ്റാഫല്ലേ, കുറച്ച് മയത്തിലൊക്കെ ചോദിച്ചൂടെ? ദേവ ശിവയെ നോക്കി പറഞ്ഞു. പാർവണ അവിടെ ഇരിക്കുക, എന്നിട്ട് പറഞ്ഞാൽ മതി എന്താ കാര്യം എന്ന്. ശിവയുടെ അരികിലുള്ള ചെയറിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞതും പാർവണ ഒരു മടിയോടെ അവിടെ ഇരുന്നു. സാർ, അത് ഇന്നലെ മിനിങ്ങാന്ന് പറഞ്ഞ അത് പിന്നെ വിജയ്. പാർവണ എന്ത് പറയണമെന്ന് അറിയാതെ നിന്ന് പരുങ്ങാൻ തുടങ്ങി. ശിവയാണെങ്കിൽ അവളെ ദേഷ്യത്തോടെ നോക്കി പഠിപ്പിക്കുന്നുണ്ട്. ഹേയ് കൂലിയാ. ദേവ തൻ്റെ ടേബിളിലിരിക്കുന്ന സ്റ്റാഫിൻ്റെ വെള്ളം എടുത്ത് പാർവണയ്ക്ക് കൊടുത്തു. അവൾ അത് ഒറ്റയടിക്ക് മുഴുവൻ കുടിച്ചു. അത് കണ്ട് ശിവയ്ക്കും ദേവയ്ക്കും ചിരി വന്നിരുന്നു. സാർ ഇന്നലെ പറഞ്ഞ ആര്യ ഗ്രൂപ്പ്സിന് ഈ കമ്പനിയിലെ ഡീറ്റെയിൽസ് ചോർത്തി കൊടുക്കുന്ന സ്പൈ വേറെ ആരുമല്ല, വിജയാണ്. പാർവണ ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു നിർത്തിയത് അത്രയും നേരം ചിരിച്ചിരുന്ന ദേവയുടെയും ശിവയുടെയും മുഖത്ത് ഗൗരവം നിറഞ്ഞു. അതങ്ങനെ നീ അറിഞ്ഞു? ശിവ ഗൗരവം വിടാതെ തന്നെ ചോദിച്ചു. അതെൻ്റെ ഫ്രണ്ട് കണ്ണനാണ് എന്നോട് പറഞ്ഞത്. അവനെ എങ്ങനെ അറിയാം ഈ കാര്യങ്ങൾ? അത് ചോദിച്ചത് ദേവിയായിരുന്നു. കണ്ണൻ വർക്ക് ചെയ്യുന്ന ആര്യ ഗ്രൂപ്പ്സിലാണ്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അവനോട് തമാശയായി പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ശിവസാറ് പറഞ്ഞ അതേ പ്രൊജക്റ്റ് മെത്തേഡ് തന്നെയാണ് കണ്ണൻ്റെ കമ്പനികളും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്തോ ഒരു സംശയം തോന്നി. അതുകൊണ്ട് ഞാൻ അവനോട് അതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് വിജയാണ് സ്പൈ എന്ന് മനസ്സിലായത്. ഈ കാര്യം പറയാനാണ് കണ്ണൻ ഇന്നലെ എന്നെ കാണാൻ വീട്ടിൽ വന്നത്. നീ തന്നത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. പക്ഷെ സോറി, കുറച്ച് ലേറ്റായി പോയി. ഈ കാര്യം ഇന്നലെ തന്നെ ഞങ്ങൾ അറിഞ്ഞിരുന്നു. ശിവപുച്ഛത്തോടെ പറഞ്ഞു. പാർവണയുടെ മുഖം മാടി. ഏയ് നീ ഇങ്ങനെ പറയാതെ ശിവ. നീ 3-4 മാസമായിട്ട് തിരഞ്ഞു നടക്കുന്ന ആളെ ഒറ്റ ദിവസം കൊണ്ട് പാർവണ കണ്ടെത്തിയില്ലേ? ദാറ്റ്സ് ഗുഡ്. വാടിയ മുഖത്തോടെ ഇരിക്കുന്ന പാർവണയെ നോക്കി ദേവ പറഞ്ഞു. എനിക്കത് അത്ര വലിയ കാര്യമായിട്ട് തോന്നണില്ല. ഇവളുടെ ആ ഫ്രണ്ട് പറഞ്ഞു കൊടുത്ത കാര്യമല്ലേ? ശിവ മതി എൻ്റെ അനീത്തിക്കുട്ടി പുച്ഛിച്ചത്. ദേവ അത് പറഞ്ഞു. ഏത് അനീത്തിക്കുട്ടി എന്ന രീതിയിൽ പാർവണയെ രേവതിയും ശിവ അവനെ നോക്കി. ഞാൻ പാർവണയെ എൻ്റെ അനീത്തിയായിട്ട് ദത്തെടുത്തു. പിന്നെ ഇവളെ കാണുമ്പോൾ എവിടേക്കോ എൻ്റെ അനീത്തിയുടെ ഒരു കട്ടുമുണ്ട്. അതിന് നിനക്ക് അനീത്തിയില്ലല്ലോ. ശിവ എടുത്തടിച്ച പോലെ പറഞ്ഞു. അതിനിപ്പോൾ എന്താ, ഇപ്പം ആയാലോ? ദേവ പറഞ്ഞു. ഇതെല്ലാം കേട്ടൊന്നും മനസ്സിലാവാതിരിക്കുകയാണ് രേവതിയും പാർവണയും. അല്ല, നീ എന്താ ഒരാളെ മാത്രം അനീത്തിയാക്കണേ? ഇവർ രണ്ടുപേരില്ലേ? അപ്പൊ രണ്ടുപേരും അങ്ങ് സഹോദരിമാരായിട്ട് ദത്തെടുത്തൂടെ? ശിവ അത് പറഞ്ഞു. ദേവ അവനെ കണ്ണുരുട്ടി നോക്കി.
അപ്പോൾ ഇന്നത്തെ പാർട്ട് തീർന്നു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. കമൻ്റ് ഇടാൻ മറക്കരുത്. ബായ്.